ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. അതായത് സൂപ്പർ ഹീറോ പവർ കിട്ടുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ ആ പവർ അവന് കിട്ടുന്നത് നമ്മൾ ഇത്രയും കാലം കണ്ടതുപോലെയുള്ള ഒരു രീതിയിലല്ല, അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ്. പക്ഷെ ആ പവർ കിട്ടിയതിനു ശേഷം അവൻ ചെയ്ത ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ അതവന് കിട്ടാനുണ്ടായ സാഹചര്യങ്ങൾ, അവൻ ആദ്യമായിട്ട് അവന്റെ ഗേൾഫ്രണ്ടിനോട് ഒന്ന് സംസാരിക്കാൻ പോകുമ്പോൾ അവള് റേപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവന് ആ ഒരു ശക്തി കിട്ടുന്നതും. സോ അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ തേടി പോവാണ് അവന്. അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരുപാട് വലിയ സംഘങ്ങളുണ്ടായിരുന്നു, വലിയ ഡ്രഗ് മാഫിയ തന്നെ. എന്തായാലും അവന്റെ ആ ഒരു റിവഞ്ച് തീർക്കാനായിട്ട് ആ ഡ്രഗ് മാഫിയയുടെ അടിവേര് തന്നെ ഇളക്കുന്ന അവൻ ശപഥം ചെയ്യാണ്. സോ അതുപോലൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നല്ല രസമാണ്, ഒട്ടും ലാഗ് ഇല്ലാതെ ഞാൻ പറഞ്ഞു തരാട്ടോ. കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് തിരക്കായിട്ടുള്ള ഒരു സിറ്റിയാണ്. അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങുകൾ, ഒരുപാട് സിഗ്നൽസ്, ടവറുകൾ, ലൈറ്റ്, ട്രാഫിക് ലൈറ്റുകൾ, അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള, ഭയങ്കര എനിക്കൊക്കെ ഡിസ്റ്റർബ് ആയിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഞാൻ ഈ വയനാട്ടിൽ ജീവിക്കുന്ന ആളാണല്ലോ. സോ എനിക്ക് ഈ നാച്ചറും അതുപോലെ തന്നെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതൊക്കെയാണ് താല്പര്യം. ഒരുപാട് ശബ്ദങ്ങളും കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. എന്തായാലും ആ ഒരു നഗരത്തിലേക്ക്, സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്രസരം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന ഒരു പയ്യനെ ഇപ്പോൾ കാണിക്കുകയാണ്. നമ്മുടെ കഥാനായകൻ ടോം ഒരു ടീനേജ് പയ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബഹളം, വലിയ ആൾക്കൂട്ടങ്ങൾ, ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് നമ്മുടെ ടോം. അവൻ എന്തോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു ലേഡിയുടെ കരച്ചിലോ ശബ്ദം അങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട്. എന്നാൽ അവനതൊന്നും എന്താ പറയുക, പ്രതികരിക്കണമെന്നുണ്ട് എന്ന പേടിയായിരുന്നു അവന്. അപ്പോൾ എന്ത് ചെയ്തു, അത് കേൾക്കാതിരിക്കാനായിട്ട് ഒരു ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നേരെ സ്കൂളിലേക്ക് പോവാണ്. ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഈ ടോമിനില്ല കേട്ടോ. ആകെയുള്ളത് ഒരു കൂട്ടുകാരനാണ്, അവന്റെ പേര് ഡാനി എന്നാണ്. അപ്പോൾ ഡാനി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവനൊരു ഫോൺ കൊടുക്കുകയാണ്. നീ പറഞ്ഞതുപോലെ ഒരു പുതിയ ഫോണൊന്നും സംഘടിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഫോണാണ്, ഇത് കയ്യിൽ വെച്ചെന്ന് പറയാണ്. അപ്പോൾ ഈ ടോമിന് ഭയങ്കര ആഗ്രഹമാണ് ഒരു ഫോൺ കയ്യിൽ വേണമെന്നുള്ളത്. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അവന്റെ ആഗ്രഹം ആയതുകൊണ്ട് ഡാനി അവന്റെ ഉറ്റ ചങ്ങാതിയാണ്, അങ്ങനെ കൊണ്ടേ കൊടുത്തതാണ്. നേരെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു സ്കൂളിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയുണ്ട്, ലൂസി. അപ്പോൾ അവളോട് ആ ഒരു ഇഷ്ടം വരെ അവൻ തുറന്നു പറയുന്നില്ല. അപ്പോൾ ഈ ഡാനി ചോദിക്കുന്നുണ്ട്, എന്തിനാടോ ഇതിങ്ങനെ മറച്ചു വെക്കുന്നത്, ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറഞ്ഞൂടെ. എന്നാൽ അവനാണെങ്കിൽ ഒട്ടും ധൈര്യമില്ല. അങ്ങനെ ഒരു ദിവസം ഇവർ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പെൺകുട്ടി ലൂസി തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട്, എടോ നമുക്കൊരു ചായ കുടിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ നമ്മുടെ ടോം ആണെങ്കിൽ ശരിക്കും ഒരു മൂരാച്ചിയാണ് ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ. അവന് സത്യം പറഞ്ഞാൽ എന്താണ് ഈ ലൂസിയോട് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയുന്നില്ല. മുഖമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിൽ അങ്ങനെ പിടിക്കുകയാണ്. ഒരു അൺറൊമാൻറ്റിക് മൂഡ് എന്നൊക്കെ പറയാം. കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുള്ളൂ, പക്ഷെ ഉള്ളിൽ ഭയങ്കര റൊമാൻറ്റിക് ആണ് ആള്. ലൂസി അത്രയും ഇഷ്ടമാണ്. ഇവന്റെ ഈ ഒരു സ്വഭാവം കാരണം ലൂസി ചുമ്മാ അവനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അതിലൂടെ 2-3 പയ്യന്മാർ പാസ്സാവുകയാണ്. ഒരു ഗ്യാങ് ആണ്. അവന്റെ ലീഡറിന്റെ പേരാണ് ജിമ്മ്. അപ്പൊ അവന്റെ കൂടെ ഒരു 3-4 പയ്യന്മാരുണ്ട് കേട്ടോ. ഒരുമാതിരി വൃത്തിയായിട്ട തെമ്മാടികളാണ്. എന്തൊക്കെയപ്പോ നമ്മുടെ ടോമിനെ പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലൂസി ചോദിക്കാണ്, നീ ഒന്നും മൈൻഡ് ചെയ്യേണ്ട, ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വരുമോ, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, അതുപോലെ എന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. ആദ്യമൊക്കെ നമ്മുടെ ടോം ഒഴിഞ്ഞു പറയാൻ നോക്കി കേട്ടോ. എന്നാൽ അവള് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടോം ചെറിയൊരു സമ്മതം മൂളയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ടോമിന്റെ കൂടെ ആകെയുള്ളത് അവന്റെ ഒരു മുത്തശ്ശി മാത്രമാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ചെറിയ നോവലൊക്കെ എഴുതുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പം ആണെങ്കിൽ ഒരു ലവ് സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇച്ചിരി എഴുതിയിട്ട് ടോമെ ഇതൊന്ന് കേട്ട് നോക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ടോം പറയണ, പൊന്നാരും മുത്തശ്ശിയെ ദയവ് ചെയ്തിട്ട് അത് ആരെങ്കിലും വായിച്ചോളൂ, എന്നെ കേൾപ്പിക്കല്ലേ, എനിക്ക് അർജന്റായിട്ട് ലൂസിയുടെ വീട്ടിലൊന്ന് പോകാണ്ട്, അവിടെ ചെറിയൊരു കമ്പൈൻ സ്റ്റഡിയുടെ പരിപാടി ഉണ്ട്, അന്ന് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോം നേരെ ലൂസിയുടെ അടുത്തേക്ക് പോവാണ്. അധികം ദൂരമൊന്നുമില്ല, അവന്റെ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂം തന്നെയാണ് ലൂസിയുടെ റൂം. എന്തായാലും അവളോടൊന്ന് സംസാരിക്കാമല്ലോ. ആ ഒരു ഇഷ്ടത്തിൽ അവൻ അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറുകയാണ്. കയറി ഉടനെ തന്നെ കാണിക്കുന്നത് ആകെ മുഖത്തെല്ലാം രക്തമായിട്ട് ബോധം കെട്ട് കിടക്കുന്ന ലൂസിയുടെ ചേട്ടനെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവളുടെ മുറിയിൽ നിന്നും ഒരു 3-4 ചെക്കന്മാർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവരുടെ മുഖത്ത് മാസ്ക് കൊണ്ട് അവരെന്തോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ, അതായത് ടോമിനെ കണ്ട സമയത്ത് തന്നെ ഇവർ ഗണ്ണൊക്കെ എടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ടോം പ്രതികരിക്കാൻ നിന്നില്ല, പേടി ചൂടുകയാണ് അവനോട്. ഓടുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉണ്ടല്ലോ, അതായത് ഡാനി കൊടുത്ത ആ ഒരു ഫോൺ, അത് ചെവിയിലേക്ക് വെച്ചിട്ട് പോലീസുകാർ വിളിക്കുന്നുണ്ട്. ഇതേ സമയം അവന്റെ പിന്നാലെ വന്ന ആൾക്കാരുണ്ടല്ലോ, അവന് ഷൂട്ട് ചെയ്യാണ്. അവനിപ്പോൾ നിലത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് ഇവിടെയാണ് പടത്തിന്റെ ആ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഐബോയ് എന്നുള്ളത്. ആ കാണിക്കുന്നത് തന്നെ ഈ തലച്ചോറിന്റെ ന്യൂറോൺസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് ഒരുപാട് സിഗ്നൽസ് പാസ് ചെയ്യുന്ന രൂപത്തിലേക്കാണ്. ശരിക്കും അതുപോലെ തന്നെ എന്തൊക്കെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ 10 ദിവസത്തിന് ശേഷം ടോം കണ്ണു തുറക്കുകയാണ്. കോമയിലായിരുന്നു. പിന്നീട് ഡോക്ടർ കാര്യങ്ങൾ വിശദമായിട്ട് ടോമിനും മുത്തശ്ശിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിന്റെ ചെവിയിൽ ഫോൺ ഉണ്ടായിരുന്നു, ബുള്ളറ്റ് കയറിയത് ഫോണിലേക്കാണ്, അതുകൊണ്ട് തന്നെ തലച്ചോറിന് കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മൊബൈലിൽ ചില പാർട്സുകൾ നിന്റെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, അതെല്ലാം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നാലും നീ സൂക്ഷിക്കണം, ആ ഒരു റേഡിയേഷന്റെ എഫക്റ്റ് നിന്റെ തലച്ചോറിലേക്ക് ചെറുതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോലെ നമുക്ക് നോക്കിക്കളയാം. അങ്ങനെ പിന്നീട് ടോമും മുത്തശ്ശിയും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഈ ടാക്സിയുടെ മീറ്റർ ഉണ്ടല്ലോ, ആ നമ്പറൊക്കെ അവൻ നോക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ആ ഡിജിറ്റൽ അങ്ങോട്ട് ഇളകുന്നതായിട്ട് അവന് തോന്നുകയാണ്. അപ്പോൾ തോന്നി, ഇത് സ്വാഭാവികമായിരിക്കും, ഡോക്ടർ പറഞ്ഞല്ലോ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ആദ്യമൊന്നും ഭയന്നെങ്കിലും പിന്നീട് അത് നോർമലാകണം. കുറച്ച് ദിവസം കഴിഞ്ഞു അവൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാണ്. ഇപ്പോൾ ചെവിയുടെ മുകളിലായിട്ട് നീളത്തിലൊരു പാടൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ മുത്തശ്ശി ടോമിനോട് പറയാണ്, അല്ല നിനക്ക് പറ്റിയെങ്കിൽ അവളൊന്ന് പോയി കണ്ടൂടെ, ഇതേ
ഇതേ സമയത്തിന് ടോം പറയണ എന്നെ കൊണ്ട് പറ്റില്ല മുത്തശ്ശി, കാരണം അന്ന് അവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ അവരെ രക്ഷിക്കാൻ നോക്കിയില്ല, പേടിച്ച് ഓടുകയാണ് ചെയ്തത്. ഇതേ സമയത്ത് മുത്തശ്ശി പറയണ നീ എന്തായാലും അവളൊന്ന് പോയി കാണണം, സംസാരിക്കണം. അന്നേ ദിവസം രാത്രി അവൾ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരാ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരായാലും ചിലപ്പോൾ ഒന്ന് പേടിച്ച് ഓടിയെന്ന് വരും എന്ന് കരുതിയിട്ട് അവളുടെ അടുത്തേക്ക് പോകാതിരിക്കരുത്. അത് ഭയങ്കര മോശമാണ്. കാരണം ഈ ഒരു സമയത്ത് അവൾക്ക് നല്ല സപ്പോർട്ട് ആവശ്യമുണ്ട്. ഒരു മെന്റലി സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവൾ. എന്തായാലും അവളൊന്ന് പോയി കാണാമെന്ന് ടോം തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ മേടിക്കാനായിട്ട് കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അൺയൂഷ്വലായിട്ട് വീണ്ടും ഒരു കാര്യം അവന് ഫീൽ ആവുകയാണ്. അതായത് കുറച്ച് അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി. അവരെന്ത് സംസാരിക്കുന്നത് അത് വ്യക്തമായിട്ട് തന്നെ ടോമിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ദൂരം പോയിട്ടും അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല, ആ ലേഡിയോട് ഫോണിലൂടെ അപ്പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നില്ലേ അതുവരെ ഇവന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതെന്തപ്പോൾ സംഭവം അവന് ഒട്ടും മനസ്സിലാകുന്നില്ല. പിന്നീട് ഫ്ലാറ്റിലേക്ക് പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ തന്നെ ആ ഒരു എന്താ പറയുക പുള്ളിപ്പൈനില്ലേ, ആ ഒരു തെമ്മാടി ജിമ്മ് അവനുണ്ടായിരുന്നു, അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ അവനിങ്ങനെ എന്താ പറയുക ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യിക്കുകയാണ്. എന്തായാലും പിന്നീട് മുകളിലേക്ക് ടോം എത്തിയിട്ടുണ്ട്. അവൻ ആദ്യമൊക്കെ ഈ ലൂസിയുടെ വീട്ടിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അവൻ കയറുകയാണ്. നോക്കുമ്പോൾ അവളുടെ ചേട്ടനുണ്ടല്ലോ, അയാളുടെ മുഖത്തൊക്കെ ഒരു കല്ലിച്ച രീതിയിൽ മുഖമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവ ടേബിളിനായിട്ട് ഒരു ഡിവൈസ് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അലക്സ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആമസോണിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, ഏകദേശം അതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് പതിയെ അവന് ലൂസിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അതൊക്കെ ഭയങ്കര മടിയായിരുന്നു. അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾ വല്ലാത്ത ആ ഒരു ട്രോമയിലാണെന്ന്. അവളോട് ക്ഷമ ചോദിക്കുകയാണ്, എനിക്കങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന്. ഇതേ സമയത്ത് തന്നെ ലൂസി പറയാണ്, അതിനൊന്നും പ്രശ്നമില്ലടാ, നിനക്കിനി ഇങ്ങോട്ട് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവർ കുറേ പേരില്ലായിരുന്നു, അവരെനിക്ക് നന്നായിട്ട് ഡ്രഗ് തന്നിട്ടുണ്ടായിരുന്നു, അവരെന്നെ ക്രൂരമായിട്ട് പിന്നീട് ഉപദ്രവിച്ചടാ. അത് പറഞ്ഞിട്ട് അവൾ വല്ലാത്തൊരു വിഷമത്തിൽ കരയാണ്. ഒരു വല്ലാത്ത എന്താ പറയുക ഒരു ഈ ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റേജിലേക്ക് അവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുകളൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്ത പേടിയാവുന്ന രൂപത്തിലേക്ക്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ടോമിന് വല്ലാതെ വിഷമം കയറുകയാണ്. അവന് വല്ലാതെ ബുദ്ധിമുട്ടായി, തലയ്ക്കൊക്കെ ഒരു വേദന പോലെ. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോണ്, തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോണ്. ഇപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കഥ കിടക്കുകയാണ്. ഇതേ സമയത്ത് ആ ഒരു ഏരിയയിലുള്ള മുഴുവൻ ഫോൺസിന് ആ ഒരു റിംഗ് ട്യൂണുകൾ അവർ സംസാരിക്കുന്നത് ഇത് മുഴുവനായിട്ട് അവൻ്റെ തലച്ചോറിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ ഇലക്ട്രോണിക് ഡിവൈസുകൾ, അതിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്കിങ്ങനെ അതായത് ഒരു വിഷ്വലി അവന് കാണാൻ കഴിയാണ് ഇതെല്ലാം. പിന്നീട് ഒറ്റയടിക്ക് തല ഇറങ്ങി അവൻ നിലത്തേക്ക് അങ്ങ് വീണുപോയി. പിന്നീട് ഈ മൈൻഡിലൂടെ ഒരു സ്വപ്നം പോലെ ചില കാഴ്ചകൾ അവൻ ഇങ്ങനെ കാണുകയാണ്. മൈൻഡിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് കേട്ടോ. അതായത് അവൻ ലൂസിയുടെ റൂമിലേക്ക് കയറിപ്പോയില്ലേ, അപ്പോൾ അവിടെ അലക്സയെ പോലെ ഒരു ഇലക്ട്രോണിക്കൽ ഡിവൈസ് കണ്ടിരുന്നില്ലേ, അതിൽ ഏതൊക്കെയോ ചില ഈ ബ്ലൂടൂത്ത് ഡിവൈസുകൾ കണക്ട് ആയിട്ടുണ്ട്. അതിൽ ആ ഒരു പേരുകൾ ഇപ്പോൾ അവന് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന് യൂജിൻ എന്നാണ്. ഞാൻ നേരത്തെ ജിം എന്നാണ് ആ ഒരു പുള്ളിപ്പയ്യൻ്റെ പേര് പറഞ്ഞത്, അവൻ്റെ പേരിൽ യൂജിൻ എന്നാട്ടോ. എന്തായാലും പേര് മാറ്റിയിരിക്കുന്നു. അപ്പോൾ യൂജിൻ ഫോൺ ഈസ് കണക്റ്റഡ് എന്നിപ്പോൾ ആ ഒരു ഡിവൈസിൽ കാണിക്കുകയാണ്. ഇതെല്ലാം അവന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആ ഒരു സമയം നോക്കുമ്പോൾ ലൂസി അന്ന് റേപ്പ് ചെയ്യപ്പെട്ട ആ ഒരു ടൈം ഉണ്ടല്ലോ അതിനായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അവനൊരു സംശയം തോന്നുകയാണ്, മൈൻഡിൽ തന്നെ തോന്നുകയാണ് ഇനി ഇതെങ്ങാനും ചെയ്തത് യൂജിനും അവൻ്റെ കൂട്ടുകാരായിരിക്കുമോ. സംശയം കൂടി വരികയാണ്. അവൻ പിന്നീട് പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ടല്ലോ ഡാനിയോട് ഈ കാര്യം പറയുമ്പോൾ ഡാനി പറയാണ് സംഗതി അവനൊരു തെമ്മാടിയാണ്, പോക്കരിയാണ്, പക്ഷെ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ല. സത്യം പറഞ്ഞ ഒരു എന്താ പറയുക ഒരു പൊട്ടനാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ ആരാണ് ചെയ്തത്. എന്തായാലും പിന്നീട് അവർ സ്കൂളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ടോം നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിവൈസുകളും അതിൽ ഓരോ കാര്യങ്ങളും അതവനിങ്ങനെ നേരിട്ട് കാണാൻ, മനസ്സിലാക്കാൻ, സെൻസ് ചെയ്യാൻ പറ്റുകയാണ്. ബസ്സിലെ മാത്രമല്ല ആ പുറത്ത് സ്ട്രീറ്റിലൂടെ നടക്കുന്ന എല്ലാ ആൾക്കാരുടെ ഫോണുകളും അതിവന് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആകെ ഒരു അമ്പരപ്പം ഉണ്ട്, ഒരു പേടി അവന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ഡാനി, അവൻ്റെ ഫോണിൽ എന്തോ ഒരു ലൊക്കേഷൻ നോക്കുകയാണ്. അതിപ്പോൾ ഈ ടോമിന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഡാനി ചോദിക്കുകയാണ്, എടാ നൈറ്റ് ഒരു പാർട്ടി ഉണ്ട്, നീ അങ്ങോട്ടേക്ക് വരുന്നു? കുറേ ദിവസമായില്ലേ ഇതുപോലെ ഒരു പരിപാടിക്ക് പോയിട്ട്, നമുക്ക് പോയാലോ? ഇപ്പോൾ നമ്മുടെ ടോമും ഒന്ന് മൂളുകയാണ് കേട്ടോ. പിന്നീട് നേരെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. അവിടെയുള്ള പിള്ളേരുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുകളാണ്, ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്ത ഫോണുകളും എല്ലാം ഇപ്പോൾ ഈ ടോം അങ്ങനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ടോമിനെ നെറ്റിച്ചുകൊണ്ട് അവനൊരു കാഴ്ച കാണുന്നത്. അതായത് തൊട്ടപ്പുറത്ത് യൂജിൻ, ആ ഒരു കുരുത്തങ്കട്ട പയ്യനുണ്ടല്ലോ തെമ്മാടി, അവൻ്റെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ അതിലൊരു വീഡിയോ അവൻ ആർക്കോ സെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആ വീഡിയോ കണ്ട സമയത്ത് ടോം ഞെട്ടിപ്പോയി. അതായത് അന്ന് ലൂസി റേപ്പ് ചെയ്യപ്പെട്ടില്ലേ, അന്നെടുത്ത വീഡിയോ ആണിത്. ഇതോടെ നമ്മുടെ ടോം കൺഫേം ചെയ്യാണ് യൂജിനും അവൻ്റെ ആൾക്കാരും തന്നെയാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ പീഡിപ്പിച്ചത്. ആ സമയത്ത് അവനൊരു ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം ആ ഒരു ഫോണിലേക്ക് പ്രതിഫലിക്കുകയാണ്. അത് വല്ലാതെ ഹീറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ യൂജിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ തെറിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ആളെ കിട്ടിയില്ലേ, ഇനി അവനായിട്ടുള്ള പണി കൊടുക്കുക എന്ന് തന്നെ നമ്മുടെ ടോം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡാനി പറഞ്ഞ ആ ഒരു പാർട്ടിയിലേക്ക് നമ്മുടെ ടോമും പോവാണ്. കാരണം അവിടെ ഇവരെല്ലാവരും ഉണ്ടാവും. അങ്ങനെ ആ പാർട്ടിയിലേക്ക് പോയിട്ട് അവനൊരു സിഗരറ്റും വലിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ വെറുതെ ഇരിക്കുകയല്ലായിരുന്നു, യൂജിനെയും അവൻ്റെ കൂട്ടുകാരെയും നിരീക്ഷിക്കുകയായിരുന്നു. അതിലൊരുത്തൻ്റെ ഷൂ ശ്രദ്ധിച്ചു. ഈ ഷൂ ഇന്ന് യൂജിൻ അവൻ്റെ ഏതൊരു കൂട്ടുകാരനൊരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ഈ ഷൂ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുത്തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ്. ഇതുകൂടെ കണ്ടപ്പോൾ ടോം കൺഫേം ചെയ്യാണ് ഇവരുടെ ഗ്യാങ് തന്നെയാണ് ലൂസിയെ ഉപദ്രവിച്ചതെന്ന്. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ കോപത്തിൽ അവനങ്ങനെ നോക്കി നിൽക്കുന്നത് ഇപ്പോൾ ഈ യൂജിൻ തന്നെ കാണുകയാണ്. എന്താടാ ഇമാതിരി ഒരു നോട്ടം എന്നെ നോക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാടാന്നിട്ട് വിളിക്കുകയാണ്. പക്ഷേ ടോം പോയില്ല. ഇപ്പോൾ അവനെ തല്ലാനായിട്ട് ഈ യൂജിൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്
ഇപ്പം അങ്ങോട്ടേക്ക് ഡാനി വരികയാണ്. ഡാനിയും അത്യാവശ്യം ഒരു എന്താ പറയുക തണ്ടും തടിയുള്ള ചെങ്ങായിയാണ്, ധൈര്യമുണ്ട്. അപ്പോൾ ഈ യൂജിനെ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് പറയാണ്, ഇപ്പം പ്രശ്നം ഉണ്ടാക്കല്ലേ, ദയവ് ചെയ്ത് ഒന്ന് ഒഴിവാക്കിത്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോമുമായിട്ട് അവൻ നേരെ ആ പാട്ട് കിടക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഡാനി പറയാണ്, എടാ എത്ര കാലം നീ ഇങ്ങനെ ഒരു ഡെമ്മി പീസായിട്ട് നടക്കും, ഒന്നില്ലെങ്കിൽ കുറച്ച് ധൈര്യം കാണിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. എപ്പോഴും വന്നിട്ട് നിന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവൂടാ, നീ ഒന്ന് ശ്രദ്ധിക്കടാ, എന്തായാലും നീ വീട്ടിൽ പോയിക്കാന്ന് പറഞ്ഞിട്ട് ഡാനി ഇപ്പോൾ അവനെ പറഞ്ഞേക്കാണ്. ഇതേ സമയം പോകുമ്പോൾ നമ്മുടെ ടോം ലൂസിക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവനൊന്ന് ചിന്തിച്ചാൽ മതി അവൾക്ക് ആ ഒരു മെസ്സേജ് പോകും. അതായത് ശരിക്കും നമ്മുടെ ഈ ടോം അവൻക്ക് കിട്ടിയ ആ ഒരു പവർ എന്താണെന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് മെസ്സേജ് പോയിട്ടുണ്ട് മീറ്റ് ചെയ്താലോ എന്ന്. ഇപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തേക്ക് പോവാണ്, സംസാരിക്കുകയാണ്. അവൾ നല്ല റിലാക്സ് ആവുന്നുണ്ട് കേട്ടോ ടോമിനോട് സംസാരിക്കുമ്പോൾ. അങ്ങനെ ആ ഒരു റിലാക്സേഷനിൽ നിൽക്കുമ്പോഴാണ് താഴെക്കൂടെ ഈ യൂജിനും അവൻ്റെ കൂട്ടുകാരും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെമ്മാടി പിള്ളേർ അലമ്പ് കളിച്ച് നടക്കുന്നവന്മാരുണ്ടല്ലോ, ഇവരൊക്കെ കൂട്ടത്തോട് കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ലൂസിക്ക് ആ ഒരു ടെൻഷനും ഉള്ളിലേക്ക് വരും. വല്ലാത്ത ആ ഒരു ഭയം അവളുടെ മുഖത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ടോം കാണുകയാണ്, അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഈ യൂജിനും അവൻ്റെ 3 കൂട്ടുകാർക്കും ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് ഒരുമിച്ചങ്ങ് പോവാണ്. ഐ എം കമ്മിങ്, നിന്റെയൊക്കെ കാലൻ വരുന്നുണ്ടാ. ആദ്യം യൂജിനും പിള്ളേർ ഇത് കണ്ടപ്പോൾ ചുമ്മാ ആരോ പറ്റിക്കാൻ വേണ്ടി അയച്ചതാണ്, അവർ ഒഴിവാക്കി വിടുകയാണ്. എന്തായാലും അന്നേ ദിവസം രാത്രിയായപ്പോൾ നമ്മുടെ ടോമിന്റെ മൈൻഡ് അങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതൊരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് അവൻ്റെ തലച്ചോറ്. ഇപ്പോൾ പല കാര്യങ്ങളും ഹാക്കിങ്, അതുപോലെ എന്താ പറയുക, എല്ലാ രീതിയിലുള്ള ഈ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും അവൻ്റെ തലച്ചോറ് കൊണ്ട് തന്നെ തെന്നാലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ യൂജിന്റെ പിന്നാലെ പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ പൂട്ടണം, ഒരു പണി കൊടുക്കണം. സോ അങ്ങനെ അവർ പിന്തുടർന്ന് പോകുന്ന സമയത്ത് അവൻ്റെ ഫോണും അവൻ്റെ കൂട്ടുകാരുടെ ഫോണും എല്ലാം ഹാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫോളോ ചെയ്ത് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ യൂജിനും അവൻ്റെ കൂട്ടുകാരും കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ഗുണ്ടയുണ്ട് കട്സ്, അവനുമായിട്ട് എന്തൊക്കെയോ ചില ഡീലിങ്സ് നടത്തുകയാണ്. കട്സുമായിട്ട് ഇവൻ എന്താ ഡീലിങ്, ഭയങ്കര മോശപ്പെട്ട ഒരാളാണ്. എന്തായാലും കാര്യമായിട്ടുള്ള എന്തോ ഒരു ഡീലിംഗ് ആണ്. ഇവിടെ വെച്ച് തന്നെ യൂജിൻ അവൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പ്ലാന് വേണ്ടാന്ന് വെക്കുകയാണ്. കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനിട്ട് ഒരുമിച്ച് കൊടുക്കാൻ തന്നെ അവൻ തീരുമാനിക്കുകയാണ്. തിരിച്ചു പോവാണ്. അതുപോലെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഏകദേശം ഒരുപാട് ഫോണുകളുണ്ട്. ഇത് എന്ത് വേണമെങ്കിലും നമ്മുടെ ടോമിന് ചെയ്യും. അതുപോലെ ട്രാഫിക് സിഗ്നൽ അതെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതേ സമയം തന്നെ നമ്മുടെ ഈ ലോസിക്ക് അവനൊരു മെസ്സേജ് അയക്കുകയാണ്. അതായത് നീ ധൈര്യമായിട്ടിരുന്നു, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന രീതിയിൽ ഒരു അൺനോൺ നമ്പറിന്ന് ഐബോയ് എന്ന പേരിൽ. ആദ്യം ഇത് കണ്ടപ്പോൾ നമ്മുടെ ലോസി ചുമ്മാ വെറുതെ വിടുകയാണ്, കാരണം ആരോ അവളെ കളിപ്പിക്കാൻ വേണ്ടി അയക്കുകയാണ്. എന്തായാലും പിന്നീടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ലൂസിക്ക് ഇങ്ങനെയുള്ള പയ്യന്മാരുടെ കൂട്ടം കാണുമ്പോൾ വല്ലാത്തൊരു ഭയം ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. ഈ ഒരു ഭയം തന്നെയാണ് ശരിക്കും നമ്മുടെ ടോമിൻ്റെ കോപത്തിന് കൂട്ടുന്നത്. അവൾ ഇത്രത്തോളം ഭയപ്പെടുമ്പോൾ അതിന് ആ ഒരു റിവെഞ്ച് വീട്ടണമെന്നുള്ള ആ ഒരു വാശി അവൻ്റെ ഉള്ളിലേക്ക് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ യോജനയും അവൻ്റെ പിള്ളേരെയും നന്നായിട്ട് ഇപ്പോൾ നിരീക്ഷിക്കാൻ തുടങ്ങി ടോം. 24 hour അവരുടെ ഫോണ്, കമ്പ്യൂട്ടറുകൾ, എല്ലാ ഡിവൈസുകളും നിരീക്ഷിക്കുന്നുണ്ട്. അതിലൊരുത്തിനിപ്പോൾ എന്താ പറയുക, നൈറ്റ് ആകുമ്പോൾ പോൺ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. മറ്റൊരുത്തിനാണെങ്കിൽ ഓരോരോ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അതുപോലെ റെക്കോർഡ് ആവുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ സ്കൂളിലേക്ക് വരികയാണ്. യൂജിൻ്റെ ആ ഒരു കൂട്ടുകാരൻ ഇന്നലെ ഒരു പോൺ വീഡിയോ കണ്ടെന്ന് പറഞ്ഞല്ലേ, ആ ഒരു വിഷ്വൽ മുഴുവനായിട്ടും അവിടെ ഉണ്ടായിരുന്ന പ്രൊജക്ടറിൽ എല്ലാവരും ഇരിക്കുമ്പോൾ പബ്ലിക്കായിട്ട് അങ്ങ് ഇതാക്കുകയാണ്. ആര്, ഈ ടോം തന്നെ. അവനകെ നാണം കെട്ട് നാറിയെന്ന് പറയാലോ, അവനോടൊന്ന് ഓടിപ്പോവാണ്. അതുപോലെ തന്നെ ഇവർ എന്താ പറയുക, ലൈറ്റ് ഓഫാക്കുക, ഓണാക്കുക, ഇവരൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഭയപ്പെടുത്തലും നമ്മുടെ ഈ ഒരു ടോം ചെയ്തു വെക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൂസി അറിയുന്നുണ്ട്. അപ്പോൾ അവൾ ഭയങ്കര ഫണ്ണി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അവൾ ഈ ഐബോയ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നില്ലേ, അപ്പോൾ അവന് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. നീയാണോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്? അതെ, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ റിവെഞ്ച് എടുക്കുകയാണ്. എന്നാൽ ലൂസിക്ക് ഒരു സംശയമുണ്ട്, ഇതെല്ലാം ചെയ്യുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ടോമാണ് എന്ന്. എന്നാൽ ടോം യാതൊരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കണം കേട്ടോ, ഒന്നും അറിയാത്തതുപോലെ. കാരണം അവന് ഫോണിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചിന്തിച്ചാൽ മതി, എന്ത് മെസ്സേജ് വേണമെങ്കിൽ അവനെ അയക്കാം. ഇപ്പോൾ ടോം ആ ഒരു ഐഡിയയിലൂടെ അവളോട് ചോദിക്കുകയാണ്, എന്തിനാണ് അവർ നിന്നെ ആക്രമിച്ചത്, റേപ്പ് ചെയ്തത്, ഉപദ്രവിക്കാൻ നോക്കിയത്? ഇപ്പോൾ ലൂസി പറയാണ്, അത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല, അവരുടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് താല്പര്യമില്ലാത്തതുകൊണ്ട് ചേട്ടനെ മനഃപൂർവ്വം ഉപദ്രവിക്കാനും അപമാനിക്കാനും വേണ്ടിയിട്ടാണ് എൻ്റെ ദേഹത്തേക്ക് അവർ വന്നത്. ഇതെല്ലാം കേട്ട സമയത്ത് നമ്മുടെ ടോമിന് അവൻ്റെ ആ ഒരു ദേഷ്യത്തിൻ്റെ ഉച്ചത്തിലെത്തുകയാണ് കേട്ടോ. അതായത് അവനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് പാവം ലൂസിയുടെ മേത്തേക്ക് അവർ വന്നില്ലേ, അവരുടെ ആ ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിവേര് തന്നെ ഇളക്കുന്ന അവൻ തീരുമാനിക്കുകയാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ടോം വെറുതെ ഒന്ന് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. ഇപ്പോൾ അവൾ ചാറ്റ് ചെയ്യാണ്, ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ അവനൊരു അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ആളാണ്. ഇത് കേട്ട സമയത്ത് തന്നെ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ടോം അവളോട് ചോദിക്കുകയാണ്, അല്ല ഇന്ന് രാത്രി നമുക്കൊരു ഡിന്നറിന് പോയാലോ? പെട്ടെന്നായതുകൊണ്ട് അവളൊന്നും ഞെട്ടിപ്പോവാണ്. ഡിന്നറിനോ? അതിനെന്താ നമുക്ക് പോയാലോ? ലൂസി നല്ല ഹാപ്പി ആവാണ്. പിന്നീട് ഇപ്പോൾ നമ്മുടെ ഈ ടോം അവൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ബാങ്കിലേക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് എന്താ പറയുക, ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ EMI ഒന്നും കറക്റ്റ് അടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് വിളിച്ച് അങ്ങനെ ചൂടാവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, എനിക്കൊരു ഇച്ചിരി സമയം നിങ്ങൾ എത്താം. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? ടോം അങ്ങനെ കേൾക്കുകയാണ്. അവനിപ്പോൾ നേരെ അവരുടെ ഡിവൈസിലേക്ക് നോക്കുകയാണ്, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ടെക്നോളജി പരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവൻ ഈ പരിപാടി ഒപ്പിച്ച് വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ആ കംപ്ലീറ്റ് ലോൺ ഉണ്ടല്ലോ, അതൊരൊറ്റ അടിക്ക് ഇവനങ്ങ് ക്ലോസ് ചെയ്ത് കളയാണ്. ഇപ്പോൾ ആ ഒരു ബാങ്കിലെ സ്റ്റാഫ് ഈ മുത്തശ്ശിയോട് പറയാണ്, ഹലോ ഞങ്ങൾക്കൊന്ന് തെറ്റ് പറ്റിപ്പോയിട്ടോ, നിങ്ങളുടെ ആ ഒരു കടയെല്ലാം മുഴുവനായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്, സോറി മാഡം, സോറി, വിളിച്ച് ബുദ്ധിമുട്ടിച്ചാൽ സോറി എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ്. ഇത് കേട്ടപ്പോൾ
മുത്തശ്ശിക്ക് ഒരു അന്തവും കൊണ്ടും തിരിയുന്നില്ല, ഇത് എന്തപ്പോൾ ഇവർ വെച്ചത്, ഹലോ ഹലോ. ഇത് കേട്ടിട്ട് എന്താ പറയുക, ഒന്നും അറിയാത്ത ഭാവത്തിൽ നമ്മുടെ ടോം അങ്ങനെ പോവാണ്. നേരെ ഇപ്പോൾ ലൂസിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ഒരു ഡിന്നറിന് പോവാണ് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ ഞാൻ എന്നും നീൻ്റെ കൂടെ ഉണ്ടാകുന്നപ്പോൾ ടോം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു ഡിന്നറെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന സമയത്ത് യൂജിനെയും ഗ്യാങ്ങിനെയും കാണുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ അനാവശ്യമായ വൃത്തികെട്ട രീതിയിൽ ഇവരോട് പെരുമാറാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഈ യൂജിനും ഗ്യാങ്ങും അവളോട് പറയാണ്, അതായത് ലൂസിയെ നോക്കിയിട്ട് പറയാണ്, അന്ന് നിന്നോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളാണെന്ന് കരുതിയിട്ട് ആരും ഒരാൾ ഞങ്ങൾക്ക് ഇട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തിക്കോ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും വലിയ പണി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ അവൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൂസിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇത് കാണുന്ന ടോമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവളെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യൂജിൻ്റെ മുന്നിലേക്ക് പോവാണ്. ഇപ്പോൾ യൂജിൻ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ ആരടാ, മാറി നിൽക്കടാ അവിടുന്ന്. ഇപ്പോൾ ദേഷ്യം വന്ന സമയത്ത് നമ്മുടെ ടോം ഒന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അതായത് ഒരു മെസ്സേജ് പോവാണ് 4 പേരുടെ ഫോണിലേക്കും. അതായത് നിങ്ങൾ കഴിയുന്നത് ഒരു റോങ് ആയിട്ടുള്ള ഗൈഡ് എടുത്താണ്, മര്യാദക്ക് തിരിച്ചു പോയിക്കുമെന്ന്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ 4 പേരും ഒന്ന് പകച്ചു പോയി കേട്ടോ. അവിടുന്ന് മാറിപ്പോവുകയാണ്. പിന്നീട് ഇവർ 2 പേരും, അതായത് ലൂസിയും ടോമും കൂടെ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അതുപോലെ ആ യൂജിനും പിള്ളേരും ആണെങ്കിൽ ചെറിയ എന്തോ ഒരു മോഷണത്തിന് പോകായിരുന്നു. അവർ നോട്ടം വെച്ച ഒരു കാറ് അവർ പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് 4 പേരും കയറുകയാണ്. എന്ന് ഇവരറിയാതെ തന്നെ ഇവരുടെ പിന്നാലെ ടോം കൂടിയിട്ടുണ്ട്. 4 പേര് ഇപ്പോൾ കാറിൻ്റെ ഉള്ളിൽ കയറിയില്ലേ, കയറിയതും കാർ ഫുള്ളായിട്ട് അങ്ങ് ലോക്കാവുകയാണ്. ഇവർക്ക് മനസ്സിലായി കാറ് തുറക്കാൻ നോക്കുന്നുണ്ട്, എന്ത് ചെയ്തിട്ടും തുറക്കുന്നില്ല. ലാസ്റ്റ് ആകെ പേടിച്ചു പോയി. ഇപ്പോൾ കാറത്ത് ആ ഒരു ബ്ലൂടൂത്തിലേക്ക് ഒരു വോയിസ് അങ്ങനെ വരുന്നുണ്ട്, മര്യാദക്ക് പറ, ആര് പറഞ്ഞിട്ടാണ് അന്ന് ലൂസിയുടെ ചേട്ടനെ നിങ്ങൾ മർദ്ദിച്ചത്, അവളെ റേപ്പ് ചെയ്തത്, ഒരൊറ്റ പേര് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്ന് ഇവരിതൊന്നും പറയുന്നില്ല കേട്ടോ. നീ ആരടാ, മര്യാദക്ക് തുറക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അതേസമയം തന്നെ ഈ AC വെന്റിൻ്റെ ഉള്ളിൽ ഒരുമാതിരി പുക വരാൻ തുടങ്ങി. ഇവർക്കാണെങ്കിൽ ചില്ല് പോലും താത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ ഒരു ശബ്ദം വീണ്ടും ചോദിക്കുകയാണ്, ആ ഒരു പേര് പറ. എന്നിട്ട് അവർ പറയുന്നില്ല. ഇപ്പോൾ ഇഞ്ചിൻ്റെ ഒരു ഭാഗത്ത് തീയെല്ലാം പൊന്താൻ തുടങ്ങി. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ 4 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വെന്ത് മരിക്കും. പേടിച്ച് അപ്പിട്ട് വിരകി എന്ന് പറയാമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തിന് ആ പേരങ്ങ് പറയാണ്, കട്സ് പറഞ്ഞിട്ടാണ് ഇത് മുഴുവൻ ഞാൻ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഡോറ് അൺലോക്ക് ആകണം. 4 പേരും വാതിൽ തുറന്ന് ഓടുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും? ടോം തന്നെ. അവനിപ്പോൾ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ്. അതായത് കട്സ്, അവനാണ് ഈ ഏരിയയിലെ ആ ഒരു ഡ്രഗ് ലീഡർ. കട്സിൻ്റെ കീഴിലാണ് യൂജിനെ പോലുള്ള പിള്ളേർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടാണ് ലൂസി ഇവർ റേപ്പ് ചെയ്തിരിക്കുന്നത്. സോ അയാൾക്കിട്ടുള്ള പണി കൊടുക്കണം. കാരണം ആ വേര് വെട്ടിയാലല്ലേ മരം പോവുള്ളൂ. അങ്ങനെ ഈ കട്സിൻ്റെ താവളം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് നേരെ ടോം പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഇവരെല്ലാവരും ഈ കട്സിൻ്റെ ആൾക്കാരൊക്കെ അവിടെ എന്താ പറയുക, വീഡിയോ വിഷ്വൽസ് അങ്ങനത്തെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ TV-യിൽ മറ്റൊരു വീഡിയോ പ്ലേ ആവുകയാണ്. അതായത് ഈ കട്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് കാറുണ്ട്. ആ കാറിന് മേലെ നിന്നുകൊണ്ട് ആരും മൂത്രമൊഴിക്കുന്ന ഒരു വീഡിയോ ആണ്. മറ്റാരുമല്ല, ടോമിനെ ഈ പരിപാടി ചെയ്യുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന കട്സും അവൻ്റെ ആൾക്കാരും കൂടെ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സകല ഡിവൈസിൻ്റെ കാര്യത്തിലും എല്ലാത്തരം മെഷീൻസും ഇവൻ ആകെ അടിച്ചു പൊളിച്ച് ഇല്ലാതാക്കുകയാണ്. അടിച്ചു പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പീക്കർ ഉണ്ട്, അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡ്രഗ്സ് ഉണ്ടെന്ന് അറിയായിരുന്നു. അത് മുഴുവനായിട്ട് ഇപ്പോൾ ടോം എടുത്തുകൊണ്ടുപോവാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന കട്സും അവൻ്റെ ആൾക്കാരും ആകെ അമ്പരന്ന് പോകാണ്. കാരണം വേറെ ഒന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ ലൂസിയോട് നമ്മുടെ ഈ ടോം അങ്ങനെ പറയാണ്, അതായത് നഗരത്തിൽ പുതിയ ഏതൊരു ആൾ വന്നിട്ടുണ്ട്, ഈ ഡ്രഗ് മാഫിയക്കാരൊക്കെ ഉണ്ടല്ലോ, അവരാണ് അവരുടെ ടാർഗറ്റ്. ഇപ്പോൾ ലൂസിയെ പറയുകയാണെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഇത് കേട്ട സമയത്ത് ടോം അങ്ങനെ ചിരിക്കുകയാണ്. മാത്രമല്ല അവനവൻ്റെ പണിയിട്ട് നിർത്താനും പോകുന്നില്ല. അതുപോലെ തന്നെ ടോം അവിടുന്ന് ആ ഒരു ഡ്രഗ്സ് എടുത്തുകൊണ്ടുവന്നില്ലേ, അത് വെച്ച് നല്ലൊരു പണിക്ക് തന്നെയായിരുന്നു. ഓരോ പാക്കറ്റ് ആക്കിയിട്ട് അവന് വേണ്ട, അതായത് യൂജിൻ്റെ കൂട്ടുകാർ ഓരോരുത്തരുടെ റൂമിലേക്ക് എത്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ഇൻഫർമേഷനും കൊടുത്തു. പോലീസ് റെയ്ഡ് നടത്തി ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ആകെ ഇപ്പോൾ കട്സിൻ്റെ ഒരുപാട് പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കട്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ കാശെല്ലാം പോയി, അതൊക്കെ 0 ആയിട്ടുണ്ട്. കട്സിനും അവൻ്റെ ഗ്യാങ്ങിനും ഇപ്പോൾ ഒന്നും തിരിയുന്നില്ല കേട്ടോ. ഈ സമയത്താണ് കട്സിന് ഒരു കോള് വരുന്നത്. അതായത് കട്സ് ഈ ഏരിയത്തെ ഒരു എന്താ പറയുക, ഒരു മാനേജിങ് പൊസിഷനുള്ള ആൾ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇവരുടെയൊക്കെ ഒരു ലീഡർ ഡോൺ ഉണ്ട്. അവൻ്റെ പേരാണ് എലോമ് വിളിച്ചിട്ട് കട്സിനോട് പറയാണ്, ഞാൻ കുറച്ച് ദിവസത്തിനകം അങ്ങോട്ടേക്ക് എത്തും. അതിനുള്ളിൽ പോയ കാശ് തിരിച്ചെടുക്കണം, പോയ മുതലും തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കും. സോ നല്ല രീതിയിൽ തന്നെ ഈ ഡോൺ ഉണ്ടല്ലോ നമ്മുടെ കട്സിന് നല്ല പ്രഷർ കൊടുക്കണം. സോ കട്സ് ഇപ്പോൾ അവൻ്റെ ആ ഒരു ടീംസിനെ മുഴുവനായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, ഇവിടെ ഏതോ ഒരു അപ്പാർട്ട്മെന്റിൽ ഇവിടെ വെച്ചാണ് നമുക്കെതിരെ അവൻ ആ ഒരു വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത്, നമ്മളെ സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഹാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡിവൈസും നിങ്ങൾ അടിച്ചു മാറ്റി നമുക്ക് തപ്പം ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം നമുക്ക് ഊരിയെടുക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ടോം അറിയുന്നില്ല കേട്ടോ. അവനിപ്പോൾ സ്കൂളിലേക്കൊക്കെ പോയിട്ട് എക്സാം എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോയി. പക്ഷെ പിന്നീട് കാര്യം മനസ്സിലായി, അതായത് ഇവിടെ കയറി ആരും മോഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശി പോലീസിനെ വിളിച്ചത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. മാത്രമല്ല ടോം കണ്ടിന്യൂസ് ആയിട്ട് കട്സിൻ്റെ ആ ഒരു ഫോൺ കോളുകളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് കട്സിനെ ഡോൺ വിളിക്കുന്നത്, എന്തായി സാധനങ്ങൾ തിരിച്ചു കിട്ടിയോ? അതെല്ലാം പോട്ടെ, ഇന്നത്തെ നമ്മുടെ കൺസൈൻമെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് തന്നെ ടോം കേൾക്കുന്നുണ്ട്, നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി കൂടെ അവർക്കിട്ട് ഒരു പണി കൊടുക്കാം. സോ ആ ഒരു പ്രിപ്പറേഷനിൽ രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി അവനെ പിടിച്ചു നിർത്തുകയാണ്. ഞാൻ കുറേ ദിവസമായി നിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിക്കണം, എന്താണ് നിനക്ക് ഈ രാത്രി പരിപാടി, നീ എങ്ങോട്ടേ പോകുന്നത്? ഇന്നെങ്കിലും എൻ്റെ അടുത്ത് സത്യം പറയണം. ഇപ്പോൾ മുത്തശ്ശിയോട് അവൻ പറയണം, മുത്തശ്ശി ഒന്ന് പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ ഒന്ന്
പോട്ടെ, എനിക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. ഇത് പറഞ്ഞ് ഒന്നും മിണ്ടാതെ അവൻ അവിടുന്ന് പോകണം. എന്നാൽ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ. മുത്തശ്ശി പിന്നീട് നമ്മുടെ ടോമിന് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ് ഡാനി. അവനെ വിളിച്ചിട്ട് കാര്യം പറയണേ, എടാ മോനെ നീ അവൻ്റെ കാര്യം ഒന്നും നോക്കണേ, കാരണം അന്ന് ആ ഒരു സർജറി കഴിഞ്ഞില്ല, അതിനുശേഷം അവൻ്റെ പെരുമാറ്റ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്ക്, ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടോമിന് നോക്കാൻ വേണ്ടി ഈ ഡാനി അങ്ങോട്ട് പോവാണ്. ഇതേ സമയത്ത് തന്നെ ടോം പുറത്തേക്ക് പോയില്ലേ, അവൻ ആദ്യം മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ലൂസിക്കാണ്. ലൂസിയുടെ ഫോണിലേക്ക് ആ ഒരു ഐഡിയിൽ നിന്ന്, അതായത് ഐബോയ് എന്ന ഐഡിയിൽ നിന്ന് നമ്മുടെ ലൂസിക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതായത് ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാണ്. ഇതേ സമയത്ത് ലൂസി റിപ്ലൈ ആക്കുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. എന്നാൽ അതൊന്നും കേൾക്കാതെ ടോം തീരുമാനിച്ചുറപ്പിച്ച് പോവാണ്. അതായത് ഇപ്പോൾ അയാളുണ്ടല്ലോ, അതായത് ആ ഒരു കട്സ് അവന്റെ ഫോണിന്റെ ആ സിഗ്നൽ കിട്ടി ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. പക്ഷെ അത് പിന്തുടർന്ന് പോയ സമയത്ത് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, അവിടെ ആ ഒരു ഫോൺ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പോകാൻ ഒരു വഴിയില്ല. ആ സമയത്താണ് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രോൺ ഉണ്ട്, അതങ്ങ് ഹാക്ക് ചെയ്യാണ്. അതിനുശേഷം അതിന് മുന്നേ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ടോം നോക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ മറ്റൊരു കാറിൽ കയറിയിട്ട് കട്സ് ഇവിടുന്ന് പോയ കാര്യം ടോമിന് മനസ്സിലായി. സോ ആ കാർ പോയ അതേ ദിശയിലേക്ക് തന്നെ അങ്ങോട്ട് പോവാണ്. കുറെ കണ്ടെയ്നേഴ്സും ലോറികളൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഒഴിഞ്ഞ ഏരിയ ആണ്. കാര്യമായിട്ട് എന്തോ ഒരു കൺസൈൻമെന്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതിപ്പോൾ ടോമിന് മനസ്സിലായി. അങ്ങനെ ഓരോരുത്തരെയായിട്ട് പിടിക്കാനായിട്ട് ആ ഒരു കണ്ടെയ്നേഴ്സിന്റെ സൈഡിലൂടെ അവനങ്ങനെ വരികയാണ്. പക്ഷേ ഈ ഒരു ഫൈറ്റിംഗ് സ്കില്ല് അതൊന്നും അവനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരാളിപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ അയാൾ ഏത് രീതിയിൽ ആക്രമിക്കണം എന്നിപ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് എന്താ പറയുക സ്റ്റെപ്പ് അവൻ പഠിക്കുകയാണ്. സ്പോട്ടിൽ പഠിച്ചു, സ്പോട്ടിൽ ഉപയോഗിക്കുകയാണ്. അവൻ അടിച്ചങ്ങോട്ട് വീഴ്ത്തി. മാത്രമല്ല പിന്നെ അവിടെ നോക്കുമ്പോൾ ആരും കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവരുടെ വലിയൊരു കൺസൈൻമെന്റ് അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പെട്ടിയെല്ലാം തുറന്ന് അതിലുള്ള ആ ഒരു എന്താ പറയാ ഡ്രഗ്സ് മുഴുവനായിട്ട് നശിപ്പിച്ച് കത്തിച്ച് ഇല്ലാതാക്കിയിട്ട് എല്ലാവരും ഒരു മെസ്സേജ് അയക്കാണ്, ഞാൻ നിന്നെ തേടി കണ്ടുപിടിച്ച് നിന്റെ അടിവേരെ ഇളക്കുന്നത് വരെ ഇത് തീരാൻ പോകുന്നില്ല. ഇത് പറഞ്ഞ് തിരിഞ്ഞതും നമ്മുടെ ഈ ടോമിനിട്ട് ഒരൊറ്റ ഇടി കിട്ടുകയാണ് മുഖത്തിന് തന്നെ. അവൻ അവിടെ അടിച്ചു വീഴ്ത്തി. സത്യം പറഞ്ഞാൽ ഇത് അവന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് തന്നെയായിരുന്നു. എന്ന് ഇതറിയാതെ ഇതിലേക്ക് വന്ന് ചാടി കൊടുത്തത് അവൻ തന്നെയായിരുന്നു. ഇപ്പൊ ഇവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി അവന്റെ മുഖം മൂടി മാറ്റാൻ നോക്കുമ്പോൾ ടോം ഉണ്ടല്ലോ അവിടെ തന്നെ ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. ഇത് കേട്ട് ഇവർ 4-5 പേരും അനങ്ങാൻ കഴിയാതെ നിലത്ത് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനങ്ങാൻ കഴിയാതെ എന്നല്ല, വേറൊന്നും ചെയ്യാൻ കഴിയാതെ ചെവി പൊത്തി കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാപ്പിന് എങ്ങനെയൊക്കെയോ നമ്മുടെ ടോം അവിടെ ഓടി രക്ഷപ്പെടുന്നു. ഓടുന്ന സമയത്തിൽ അവന്റെ തലയെല്ലാം കറങ്ങുന്നുണ്ട്. എവിടെയോ പോയിട്ട് ബോധം കിട്ടങ്ങ് വീണുപോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവന്റെ ഫോൺ അങ്ങനെ റിങ് ചെയ്യുന്ന കണ്ടിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. വിളിക്കുന്ന ആരാ? നമ്മുടെ ലൂസി തന്നെ. കാരണം ഇന്ന് എക്സാം ആണ്, ഒരുമിച്ച് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ വേഗം വീട്ടിലേക്ക് ചെന്ന് ഡ്രസ്സ് എല്ലാം മാറി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേക്ക് എക്സാം എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ലൂസി അവനോട് ഭയങ്കര ചൂടാവാണ്, നീ എവിടെയായിരുന്നടാ, എക്സാം തീർന്നില്ലേ, ഇനി എന്താ ചെയ്യുക? അവൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇപ്പൊ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ടോമും ഈ ലൂസിയും കൂടെ പുറത്തേക്ക് വരുമ്പോൾ എല്ലാ പിള്ളേരും ആകെ അമ്പരുന്ന ഒരു കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതായത് ഒരു കുട്ടി അവിടെ തൂക്കി കൊന്നിരിക്കുകയാണ്, അതിക്രൂരമായിട്ട് അടിച്ച് കൊന്നിട്ട്. ആ ചെറുക്ക മറ്റാരുമല്ല, അന്ന് കാറിൽ വെച്ചിട്ട് ടോം ഈ 4 പേര്, അതായത് ഈ ഒരു യുഎച്ചിന്റെ ഗ്യാങ്ങിനെ പേടിപ്പിച്ചില്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞില്ലേ, ആ പേര് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു വന്നപ്പോൾ ഒരുത്തൻ മാത്രം ആ ഒരു പേര് പറഞ്ഞു, കട്സ് എന്ന്. ആ പേര് പറഞ്ഞ പയ്യനെയാണ് ഇതുപോലെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മുടെ ഹീറോയ്ക്ക് ടോമിനുള്ള ഒരു വാണിംഗ് തന്നെയായിരുന്നു. അവനാകെ ആ ഒരു ടെൻഷനിൽ അങ്ങനെ ആ ഒരു ടെറസിന്റെ മുകളിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ടേക്ക് ഡാനി വരികയാണ്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡാനിയോട് കാര്യം പറയാണ്, ഇതുപോലെ ഒരു പയ്യൻ തൂങ്ങി മരിച്ചില്ലേ, നീ അറിഞ്ഞില്ലേ? ഇതേ സമയത്ത് തന്നെ ഡാനി പറയണ, ആടാ ഇതിനെല്ലാത്തിനും കാരണം ഐബോയ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നിട്ട് ആവശ്യമില്ലാതെ കുറേ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ, അവൻ കാരണമാണിത്. മാത്രമല്ല അവൻ വന്നേ പിന്നെ ക്രൈം റേറ്റ് വല്ലാതെ കൂടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവന് നടക്കാൻ പോകുന്നത്? ഇത് പറഞ്ഞിട്ട് ഡാനി അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് നമ്മുടെ ഈ പയ്യനുണ്ടല്ലോ, അതായത് ടോമിന് വല്ലാതെ ടെൻഷൻ കയറുകയാണ്. അതായത് ഞാൻ കാരണമാണോ ഇത്ര ക്രൈം റേറ്റ് കൂടുന്നത്? അവനൊരു തീരുമാനം എടുക്കാണ്, മതി ഇനി എൻ്റെ ഈ പരിപാടികൾ. അപ്പൊ ഇതെല്ലാം നിർത്താന്ന് വിചാരിച്ചിട്ട് അവൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡോക്ടർ, എനിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, എന്റെ തലച്ചോറ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിത്താ. ഡോക്ടർ എന്ത് ചെയ്തു കൊടുക്കാനാ? അന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്തതാണ്. പക്ഷെ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലപ്പുറമാണ് അവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അതവൻ പറഞ്ഞില്ല. ഡോക്ടർ പറയാണ്, എന്തായാലും എല്ലാം ശരിയാവും, കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് ക്ഷമിച്ചു നോക്ക്. അങ്ങനെ ടോം ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചെത്തുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് തന്നെ അവന്റെ തലയിലേക്ക് ഒരാൾ വന്ന് ഗണ്ണ് വെക്കുന്നുണ്ട്. മറ്റാരുമല്ല, കട്സ്. പിന്നീട് നേരെ അവൻ ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഇപ്പോൾ ഇവരുടെയൊക്കെ ലീഡർ ഉണ്ടല്ലോ, യഥാർത്ഥ ഡോൺ എലോമ്, അവൻ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ എലോമ് ചോദിക്കുകയാണ്, ആരുടെ നീ എന്റെ ഡ്രഗ്സുകൾ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുന്നു, എന്റെ അക്കൗണ്ടിലെ കാശ് മുഴുവൻ ഇല്ലാതാക്കി കളയുന്നു, എന്റെ പിള്ളേര് മുഴുവൻ നീ ജയിലിലാക്കുന്നു, ആരാണ് നീ, നിനക്ക് എന്താണ് വേണ്ടത്? അതെല്ലാം പോട്ടെ, നീ ചെയ്തൊക്കെ ഞാൻ ക്ഷമിച്ചു തരാം. പക്ഷെ എന്റെ അക്കൗണ്ടിലേക്ക് പഴയതുപോലെ തന്നെ ആക്കണ്ട, കുറച്ചധികം തന്നെ ആ പൈസ അങ്ങോട്ട് കയറിക്കോട്ടെ, നീ വലിയ ഹാക്കർ അല്ലേ, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഇപ്പൊ ടോം പറയാണ്. ഇതേ സമയത്ത് എല്ലാം പറയാണ്, നീ മുത്തശ്ശിയെ കണ്ടോ? അതുപോലെ തന്നെ ലൂസി, അവൾ എവിടെയാണെന്ന് നോക്കിയേ. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടോം സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അവന്ന് കണ്ണടക്കുമ്പോൾ തന്നെ അവന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് യൂജിനും അവന്റെ പിള്ളേരും എവിടേക്കോ കൊണ്ടുപോയിട്ട് നമ്മുടെ ലൂസിയെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ലൂസി അവരോട് അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും നാണമില്ലടാ, കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയെ തന്നെ ഇതുപോലെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനൊക്കെ. എന്നാൽ അവരൊരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ എല്ലാം ഈ ടോമിനോട് ചോദിക്കുകയാണ്, അല്ല നീയാണ് ഈ ഐബോയ് എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ മനസ്സിലായെന്നല്ല. ചെറുക്ക അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുത്തനെ വിളിക്കുകയാണ്. മറ്റാരുമല്ല, ടോമിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഡാനിയെ തന്നെ.
അതായത് മുത്തശ്ശി എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ ടോമിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡാനി ഈ ടോമിനെ നിരീക്ഷിച്ചല്ലോ. അതിലൂടെ ഡാനിക്ക് കാര്യം മനസ്സിലായി ആരാണ് ഈ ഐബോയ് എന്ന്. സോ കാശിന് വേണ്ടിയിട്ട് ഇവൻ നമ്മുടെ ഐബോയെ, നമ്മുടെ ടോമിനെ സ്വന്തം ചങ്ങാതിയെ തന്നെ ചതിച്ചു. പക്ഷെ ഡാനിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനൊന്നും കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ടോം ഇപ്പോൾ ഈ എലോമിന്റെ അക്കൗണ്ടിലേക്ക് പതിയെ ഇച്ചിരി കാശുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പല കോടി ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നും ചെറിയ രീതിയിലുള്ള പൈസയാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ ടോം ചെയ്യാണ്. അതായത് ഇപ്പൊ ലൂസി എവിടെയാണുള്ളത് ആ ലൊക്കേഷനിൽ ലൂസിയുടെ ഫോണിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഫോൺ പോവാണ്. ആർക്ക്? പോലീസുകാർക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്, ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തണം. അവരുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ലൂസിയുടെ വായും പൊത്തിയിട്ട് അവർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിന്റെ മറഞ്ഞൊരു ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. പോലീസുകാർ അങ്ങോട്ടേക്ക് വന്ന് നോക്കി, കൂടുതലായിട്ടൊന്നും പരിശോധിച്ചില്ല, ഇതെന്തോ പ്രാങ്ക് കോളാന്ന് പറഞ്ഞിട്ട് അവർ വേഗം അവിടുന്ന് തിരിച്ചു പോവാണ്. സമാധാനം എന്ന് കരുതിയിട്ട് യൂജിനൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ലൂസി ഇപ്പോൾ എന്താ പറയാ ഒരു ഗണ്ണും കയ്യിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇനിയൊക്കെ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. അവരൊക്കെ പകച്ചുപോയി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ലൂസി രക്ഷപ്പെട്ടിടണം എന്ന് കരുതിയിട്ട് ടോം ഉണ്ടല്ലോ പൈസ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അതങ്ങ് നിർത്തുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ എലോമിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. എത്ര പറഞ്ഞിട്ടും വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ എലോം പറയാണ്, നിന്നെ കൊണ്ട് ഇത് വീണ്ടും എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവനുമായിട്ട് നേരെ ചെല്ലുന്നത് ലൂസിയുള്ള ആ ഒരു വെയർ ഹൗസിലേക്ക്. പഴയ ഏതോ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്, അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ ലൂസി ഓൾറെഡി ഗണ്ണ് പിടിച്ച് നിൽക്കാണല്ലോ, അതെല്ലാം ഇവർ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ടോമിനോട് പറയാണ്, ഇനി നീ അക്കൗണ്ടിലേക്ക് പൈസ കയറ്റുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും ഇവളെ റേപ്പ് ചെയ്ത് കൊന്നുകളയും. ഇത് കേട്ട സമയത്ത് ടോമിന് എന്തെന്നില്ലാത്ത ആ ഒരു കലിപ്പ് വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഈ ടോം എലോമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫോണിലേക്ക് ഒരു നോട്ടം നോക്കുകയാണ്. എലോമിന് മനസ്സിലായി ഫോണിന് എന്തോ സംഭവിക്കുന്നുണ്ട്, വല്ലാത്തൊരു ഹീറ്റ് ആകുന്ന പോലെ. അയാൾ പെട്ടെന്ന് ഫോൺ ഒരു സ്ഥലത്തേക്ക് എറിയാണ്. അപ്പോഴേക്കും ഫോൺ പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ എലോമിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള എല്ലാവരുടെയും ഫോൺ അവരുടെ കീശയിൽ ഇരുന്നുകൊണ്ട് തന്നെ പൊട്ടിച്ചിതറാണ്. അതോടെ തന്നെ തീയും പിടിക്കുന്നുണ്ട്. എലോം ഒഴികെ ബാക്കിയുള്ള എല്ലാവരും അവിടെ വെച്ച് മരിക്കുകയാണ്. അതുപോലെ തന്നെ യൂജിൻ ഉണ്ടല്ലോ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ആ ഒരു സ്റ്റോക്കിൽ നമ്മുടെ ഈ ലൂസിയനെ തട്ടിപ്പറിച്ച് അവന്റെ മുഖത്തിട്ട് തന്നെ ഒരു കൊട്ട് കിട്ടുകയാണ്. അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. പക്ഷേ എലോം ഇപ്പോഴും എങ്ങോട്ടോ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ടോം ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അരണ്ട് വെളിച്ചാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയ ടോമിന്റെ പിന്നിലൂടെ വന്ന് അവന്റെ തലക്കിട്ടടിക്കുകയാണ് ഇപ്പൊ ആര്? എലോം. അതുകൊണ്ട് തന്നെ ടോമിന് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ അവിടെ വീണുപോയി. അവിടെ വെച്ച് നിലത്തിട്ടുകൊണ്ട് തന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ലൂസി വരുന്നത്. അവളുടെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ. ലൂസി പറയാണ്, ഇനിയെങ്ങാനും അവന്റെ ദേഹത്ത് തൊട്ടാലേ ഞാൻ വെടിവെക്കുന്നു. ഇത് കണ്ടപ്പോൾ എലോം പറയാണ്, അല്ല മോളെ, നിനക്കത് ഉപയോഗിക്കാൻ അറിയോ? അവൾ ഒറ്റ പൊട്ടിക്കലാണ് കേട്ടോ. പക്ഷെ ബുള്ളറ്റ് ഒന്നും എലോമിന്റെ ദേഹത്ത് തട്ടുന്നില്ല, എങ്ങോട്ടേക്കോ ആണ് പോകുന്നത്. ഇതേ സമയത്ത് എലോം അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരരുത് എന്ന് ലൂസി പറയുന്നുണ്ടെങ്കിലും അവൾ വെടിവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരെണ്ണം തട്ടുന്നില്ല. അവസാനത്തെ ആ ഒരു ബുള്ളറ്റ് അവന്റെ കയ്യിലേക്ക് കയറുന്നുണ്ട്. ദേഷ്യം സഹിക്കാൻ കഴിയാത്ത എലോം വന്നിട്ട് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ടോമിന് സഹിക്കാൻ കഴിയില്ല. കാരണം ലൂസിയുടെ ദേഹത്ത് ആരെയും കൈവച്ചാൽ അവന് സഹിക്കാൻ കഴിയില്ല. എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ എലോം പറയാണ്, അപ്പൊ നീ ഇപ്പോഴും ചത്തിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ഈ സമയത്താണ് ടോം അവന്റെ ഫുൾ പവർ ഉപയോഗിക്കുന്നത്. ഫുൾ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ വല്ലാത്തൊരു ഷോക്ക് വേവ് ഉണ്ടാക്കുകയാണ്. ആ ഷോക്ക് വേവിൽ പെട്ടിട്ടുണ്ടല്ലോ ഈ എലോമിന്റെ കാര്യത്തിൽ അവന്റെ ശരീരം തന്നെ പൊട്ടിച്ചിതറി പോവാണ്. ഇതിനുശേഷം ടോം ആണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴാണ്. അവൻ എഴുന്നേൽക്കാനൊന്നും കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹോസ്പിറ്റലാണ്. നമ്മുടെ ലൂസിയാണ് അവൻ അവിടെ എത്തിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഓക്കെ ആവുകയാണ്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആയിട്ടുണ്ട്. ഇപ്പൊ ടോം അങ്ങനെ പോകുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് അവന്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അവൻ വന്നിട്ട് പറയണേ, എടോ ഞാനന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു നുണ അല്ലെങ്കിൽ നിന്നെ ചതിച്ചത്, ഇതാ ഈ കാശ് നീ തന്നെ വെച്ചോ എന്ന് പറയാണ്. ഇപ്പൊ ഈ ടോം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡാനിയോട് പറയാണ്, എടാ ഡാനി മോനെ, നീയായിട്ട് തന്നെ നിന്റെ യഥാർത്ഥ മുഖം എന്നെ കാണിക്കുന്നതിന് മുന്നേ എനിക്ക് നിന്നെ മനസ്സിലായിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ ആ സംഭവം? എന്റെ ലൂസിയുടെ യൂജിന്റെ ഗ്യാങ് റേപ്പ് ചെയ്ത സംഭവം നിനക്ക് ഓർമ്മയുണ്ടടാ? അന്ന് ആ വീഡിയോ ഷൂട്ട് ചെയ്ത ആരാണ്? നീ തന്നെയല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്കത് മനസ്സിലാക്കാതിരിക്കാൻ കഴിയോ? എന്നാലും എനിക്ക് ചെറിയൊരു സംശയം ബാക്കിയുണ്ടായിരുന്നു. അത് അന്നത്തോടെ എനിക്ക് നീ ക്ലിയർ ചെയ്ത് തന്നു. ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി എങ്ങാനും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ട സമയത്ത് ഡാനി വല്ലാതെ പേടിച്ചു പോവാണ്. അവനവന്റെ കളികളെല്ലാം മനസ്സിലായി. ഇപ്പൊ ഡാനി പിന്നിലേക്ക് പോവാണ്. അതേസമയം തന്നെ ലൂസിയെ കാണാനായിട്ട് ടോം പോകുന്നുണ്ട്. അവന്റെ ഇഷ്ടം തുറന്നു പറയാണ്. അതുപോലെ തന്നെ ലൂസി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ഇപ്പൊ ലൂസി ചോദിക്കുകയാണ്, നീയാണല്ലേ ആ ഈ പോയി എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ടോം പറയാണ്, അത്ര ഇഷ്ടമായതുകൊണ്ട് എവറിത്തിങ് ഫോർ യു, എല്ലാം നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. സോ ഇവരുടെ ആ ഒരു പ്രണയമെല്ലാം ഓക്കെ ആയി ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുകയാണ്. എന്നാൽ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.